Welcome to Happy Life TV. കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്ത് ഒരു ഭർത്താവ് അദ്ദേഹത്തിന് എങ്ങനെയാണ് ഭാര്യയുടെ ഭാഗത്തു നിന്ന് റെക്കഗ്നിഷൻ കിട്ടേണ്ടത്, അതിലുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ സൈക്കോളജി ഡിഫറൻസസ് ആണ് കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തത്. ഈ എപ്പിസോഡിൽ നാം പറയുന്നത് സ്ത്രീയുടെ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്. നാം പറഞ്ഞു, ഒരു പുരുഷനെന്ന് പറയുന്നത് കൂടുതൽ വസ്തുക്കളുമായി ഒബ്ജക്റ്റ് ടൈപ്പായി റെക്കഗ്നേഷൻ ആഗ്രഹിക്കുന്നവരാണ് എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നാം പറഞ്ഞു. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീ ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്ന കാര്യങ്ങൾ പുരുഷനിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ്. ഒരു ഫംഗ്ഷന് ചെല്ലുന്ന സമയത്ത് സ്ത്രീകൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നു കഴിഞ്ഞാൽ അവർ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് സൗന്ദര്യത്തെക്കുറിച്ചും വസ്ത്രത്തെക്കുറിച്ചും ആഭരണങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഒരുപാട് വ്യക്തിബന്ധങ്ങളെക്കുറിച്ചുമൊക്കെയാണ്, വ്യക്തിബന്ധത്തിൻ്റെ സൗന്ദര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് സ്ത്രീകൾ സാധാരണ സംസാരിക്കാറുള്ളത്. അപ്പോൾ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീയിൽ നിന്ന് ഉണ്ടാവുന്ന, സ്ത്രീയിൽ കാണുന്ന ഇത്തരത്തിലുള്ള കുറേ ക്വാളിറ്റികൾക്കുള്ള അംഗീകാരമാണ് ഒരു പുരുഷൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടേണ്ടത് എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ, സ്ത്രീ വീട്ടിൽ വളരെ വൃത്തിയായി, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് ഫ്രഷ് ആൻഡ് ഫ്രീ ആയിട്ട് വീടൊക്കെ കൊണ്ടു കിടക്കുന്ന ഒരു ഭാര്യയാണെങ്കിൽ ആ വീട്ടിലേക്ക് കടന്നു വന്നതിന് ശേഷം ആ ഭർത്താവ് ആ ഭാര്യയുടെ അടുത്ത്, എനിക്കിവിടെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊണ്ട് എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം, എപ്പോഴും വൃത്തിയായിരിക്കും, ഇവിടെ വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ് ഇവിടെ, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറയാറുണ്ട് നിൻ്റെ ഈ ഒരു വൃത്തിയെക്കുറിച്ച്. അതേപോലെ നന്നായി ഭക്ഷണം പാകം ചെയ്യുന്ന ഒരു സഹോദരിയാണെങ്കിൽ അവരുടെ അടുത്ത്, എൻ്റെ ഫ്രണ്ട്സൊക്കെ നിൻ്റെ കൈപുണ്യം പറയാറുണ്ട്, ആരിവിടുന്ന് ഭക്ഷണം കഴിച്ച് പോകുമ്പോഴും തിരിച്ചു പോകുമ്പോഴും എനിക്ക് വലിയ സന്തോഷമാണ്, എനിക്ക് ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ വലിയ സ്ഥാനമാണ്, അവൻ്റെ ഭാര്യയുടെ കൈ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റൊന്നും വല്ലാതാണ്. അപ്പോൾ ആ തരത്തിലുള്ള അംഗീകാരം, ഇങ്ങനെ ചെറിയ ചെറിയ വിഷയങ്ങൾ ഒരുപക്ഷെ നമുക്ക് തോന്നും അതൊക്കെ ചെറിയ വിഷയമല്ലേ, പുരുഷന്മാർക്ക് തോന്നാം അതൊക്കെ പറയേണ്ടതുണ്ടോ എന്ന് തോന്നാം. പക്ഷെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ചെറിയ വിഷയങ്ങളാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും അവർ ഭാര്യമാർ കൊടുക്കുന്ന സ്ഥാനം വളരെ വലുതാണെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഭാര്യ ആഗ്രഹിക്കുന്ന ഇത്തരം വിഷയങ്ങൾ, ഭാര്യ വില കൊടുക്കുന്ന ഇത്തരം വിഷയങ്ങൾക്കുള്ള പ്രോത്സാഹനവും അതിനുള്ള അംഗീകാരവുമാണ് ഭാര്യയ്ക്ക് കിട്ടേണ്ടത്. കമല സുറയ്യ ഒരു തവണ പറഞ്ഞിട്ടുണ്ട്, ഒരു ഭർത്താവ് ഭാര്യയോട് നീ സുന്ദരിയാണെന്ന് ഒരുപാട് തവണ പറഞ്ഞുകൊണ്ടിരുന്നാൽ, ഒരു ക്രീമും ഉപയോഗിക്കാതെ, സൗന്ദര്യവർദ്ധക വസ്തുക്കളൊന്നും ഉപയോഗിക്കാതെ തന്നെ ആ ഭാര്യ സുന്ദരിയായി മാറിക്കൊണ്ടിരിക്കുമെന്ന് അവരൊരു തവണ പറഞ്ഞിട്ടുണ്ട്. അത് സത്യമാണ്. കാരണം പോസിറ്റീവായിട്ടുള്ള ഭാര്യ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആ വിഷയത്തിൽ ഉള്ള ഇത്തരത്തിലുള്ള പോസിറ്റീവ് കമൻറ്റുകൾ കേട്ട് കഴിഞ്ഞാൽ പോസിറ്റീവ് ഹോർമോണലൈസേഷൻ ശരീരത്തിൽ ഉണ്ടാവുകയും അത് ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുവാനും കാന്തി വർദ്ധിക്കുവാനും ഒക്കെ കാരണമാകുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുന്ന സമയത്ത്, ഭാര്യയും ഭർത്താവൊക്കെ ഒന്നിച്ച് യാത്ര പോകുന്ന സമയത്ത് ചില ഭാര്യമാർ ഒരു കാര്യം ചെയ്യാറുണ്ട്, വസ്ത്രമൊക്കെ മാറ്റിയതിന് ശേഷം, അണിഞ്ഞൊരുങ്ങിയതിന് ശേഷമാണെങ്കിലും അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വരാതെ ഭാര്യ ഒന്ന് അവിടെ പുറകിൽ തന്നെ ഒന്ന് നിൽക്കുന്നത് കാണാം. ഇതൊന്നും അറിയാത്ത ചില ഭർത്താക്കന്മാരുണ്ട്, ഇത് എന്തിനാണ് ഭാര്യ അവിടെ നിൽക്കുന്നതെന്ന് അറിയാതെ. സത്യം പറഞ്ഞാൽ ഭാര്യ അവിടെ നിൽക്കുന്നത് ആ ഡ്രസ്സൊക്കെ മാറ്റി, ഡ്രസ്സൊക്കെ അണിഞ്ഞൊരുങ്ങി അതിൻ്റെ ഒരു അഭിപ്രായം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതറിയാതെ നീ ഇങ്ങോട്ട് വാടി, മാറ്റിയിട്ട് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുവാന്നോന്ന് ചോദിക്കുന്നതിന് പകരം ഒന്ന് തിരിഞ്ഞു നോക്കി, അയ്യോ നീ ഡ്രസ്സൊക്കെ അങ്ങ് മാറ്റിയപ്പോഴത്തേക്കും ഒത്തിരി പ്രായം അങ്ങ് കുറഞ്ഞിരിക്കുക, നിന്നെ ഞാൻ ഒന്നുകൂടെ കല്യാണം കഴിച്ചോട്ടെ എന്നൊക്കെ ചോദിച്ച്, അത് പറയുന്നത് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നായിരിക്കും, അല്ലാതെ ചുണ്ടിൽ നിന്ന് പറഞ്ഞതുകൊണ്ട് ഒരിക്കലും അതിൻ്റെ ഇഫക്റ്റ് കിട്ടുകയില്ല. ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ആത്മാർത്ഥമായ വാക്കുകൾക്ക് വ്യക്തികളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ്. അപ്പോൾ ആത്മാർത്ഥമായ ഭാര്യയുടെ സൗന്ദര്യത്തെക്കുറിച്ച്, ഭാര്യയുടെ വൃത്തിയെക്കുറിച്ച്, ഭാര്യയുടെ മറ്റുള്ള നന്മകളെക്കുറിച്ച്, ഭാര്യയുടെ ബന്ധങ്ങളെക്കുറിച്ച്, നിനക്ക് എത്ര നല്ല കൂട്ടുകാരികളാണ് നിനക്കുള്ളത്, അവരുമായിട്ട് കുടുംബത്തിലൊക്കെ നീ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ സന്തോഷിക്കാറുണ്ട്, ഇത്രയധികം ഒരു നല്ലൊരു ഭാര്യയെ എനിക്ക് കിട്ടിയല്ലോ എന്നൊരു വിഷയത്തിൽ. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഭാര്യമാർ അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള റെക്കഗ്നിഷനാണ് ഭർത്താക്കന്മാർ കൊടുക്കേണ്ടത്. ചില ഭർത്താക്കന്മാർ ഭാര്യമാർ ഡ്രസ്സൊക്കെ മാറ്റി സുന്ദരിയായി വന്നാലും ഒന്നും പറയില്ല. അപ്പോൾ ചില ഭാര്യമാർ ചോദിക്കാറുണ്ട്, ഡ്രസ്സൊക്കെ മാറ്റി വന്ന് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കും. ചില ഭർത്താക്കന്മാർ പറയും, ഡ്രസ്സ് കൊള്ളാം, നിൻ്റെ ഡ്രസ്സ് കൊള്ളാമെന്ന്. അതിൻ്റെ അർത്ഥം ഡ്രസ്സ് ഓക്കെ, പക്ഷേ ഇതിനകത്തുള്ള ആൾ ശരിയില്ല എന്നാണ്. അങ്ങനെയുമല്ല ശരിക്കും പറയേണ്ടത്. നിൻ്റെ വസ്ത്രം കൊള്ളാമെന്നല്ല പറയേണ്ടത്,
എടി വസ്ത്രമല്ല, എടി നീയാണെടി സുന്ദരി. നീ ഏത് വസ്ത്രം ഇട്ട് കഴിഞ്ഞാലും ആ ഒരു വസ്ത്രത്തിൻ്റെ സൗന്ദര്യം നിൻ്റെ സൗന്ദര്യം കൊണ്ട് വല്ലാതെ അങ്ങ് കൂടുകയാണ്. ഈ തരത്തിൽ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ഒരിക്കൽ കൂടെ ആവർത്തിച്ച് പറയുന്നു, ഇതൊരിക്കലും കേവലം ലിപ്സ് ടു ലിപ്സ് കമ്മ്യൂണിക്കേഷൻ ആയി പോരുത്. ഹൃദയത്തിൽ ഹാർട്ട് ടു ഹാർട്ട്, ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള ഫ്രം ദ ഡീപ്പ് കോർ ഓഫ് അവർ മൈൻഡ്, ഹൃദയത്തിൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള ആത്മാർത്ഥമായ വാക്കുകളാണെങ്കിൽ അത് ആ ബന്ധത്തിൽ വലിയ പ്രോത്സാഹനങ്ങൾ, ഒരു ചെലവുമില്ലാതെയാണ് ദാമ്പത്യ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള വലിയ ബന്ധങ്ങൾ നാം സൃഷ്ടിക്കുന്നത്. നമുക്കൊരു ചെലവുമില്ല അതിനകത്ത്. ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി ഭാര്യയുടെ അടുത്ത് ഭർത്താവിൻ്റെ അടുത്ത് പെരുമാറേണ്ട കാര്യമേ ഉള്ളൂ. നാം പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള സന്തോഷം കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടില്ല, അത് മനസ്സമാധാനം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടില്ല, സ്വസ്ഥത അത് മാളുകളിൽ അവൈലബിൾ അല്ല. ഇങ്ങനെയുള്ള ചെറിയ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ തന്നെ വളരെ വലിയ മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പരസ്പരം അറിഞ്ഞുകൊണ്ട് റെക്കഗ്നിഷൻ കൊടുക്കുന്ന ഒരു ദാമ്പത്യ ജീവിതമായി, അങ്ങനെയുള്ള ഭാര്യയും ഭർത്താവുമായി മാറുവാൻ നമുക്ക് സാധിക്കുമാറാവട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് TV.